എല്ലാവർക്കും നമസ്കാരം. ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും പറയും അത് ബഹുമാനമാണെന്ന്, അല്ലേ? പക്ഷേ ഈ ബഹുമാനം എങ്ങനെയാണ് നമ്മൾ പ്രവൃത്തിയിൽ കാണിക്കേണ്ടത്? വെറും വാക്കുകൾക്കപ്പുറം നമ്മുടെ പങ്കാളിയെ നമ്മൾ ശരിക്കും റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് അവരെ എങ്ങനെ ബോധ്യപ്പെടുത്താം? ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സൈക്കോളജിസ്റ്റ് റോസ്വേരി ആന്റണിയുടെ ചില നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് നമ്മുടെ പാർട്ട്ണറെ ഏറ്റവും നല്ല രീതിയിൽ ബഹുമാനിക്കാൻ സാധിക്കുക? അപ്പോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബഹുമാനം എന്ന് പറയുന്നത് വെറുതെ മനസ്സിൽ തോന്നേണ്ട ഒരു ഫീലിംഗ് മാത്രമല്ല. അത് നമ്മുടെ ഓരോ ദിവസത്തെയും പ്രവൃത്തിയിലൂടെ, പെരുമാറ്റത്തിലൂടെ കാണിക്കേണ്ട ഒന്നാണ്. ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയി മുന്നോട്ടു പോകാനുള്ള ഒരു ബേസ്, ഒരു അടിത്തറ എന്ന് തന്നെ പറയാം. അപ്പൊ ശരി, നമുക്ക് വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് വരാം. ബഹുമാനം എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലേ? ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതാണ്: ഫിസിക്കൽ അബ്യൂസ്, അതായത് ശാരീരികമായ ഉപദ്രവം ഒരു കാരണവശാലും പാടില്ല. അതെത്ര ചെറുതായാലും വലുതായാലും. പക്ഷെ അതുകൊണ്ട് മാത്രം തീരുന്നില്ല. ചിലപ്പോ ഒരു നോട്ടം മതിയല്ലേ? ആ ഒരു പുച്ഛത്തോടെയുള്ള നോട്ടം, നിനക്കിതൊന്നും അറിയില്ല എന്നൊരു ഭാവത്തിലുള്ള പെരുമാറ്റം, ഇതൊക്കെ നമ്മുടെ പാർട്ട്ണറുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ഇനി ഇതില് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയൊരു ഭാഗത്തേക്ക് വരാം. നമ്മൾ ദിവസവും സംസാരിക്കുന്ന രീതിയില്ലേ, അതിലെങ്ങനെയാണ് ഈ ബഹുമാനം കാണിക്കാൻ പറ്റുന്നത്? നോക്കൂ, ഈ 3 സിമ്പിൾ കാര്യങ്ങൾ, പ്ലീസ് അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയുമ്പോൾ അത് വെറും വാക്കല്ല, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതിന് ഞാൻ വില കൊടുക്കുന്നു എന്നൊരു മെസ്സേജാണ്. അതുപോലെ സംസാരിക്കുമ്പോൾ ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് കണ്ണിൽ നോക്കുന്നത്, ഹേയ്, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാതെ പറയുന്ന പോലെയാണ്. പിന്നെ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അഭിപ്രായം ചോദിക്കുന്നത്, അത് ഈ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും ഒരേ സ്ഥാനമാണ് എന്ന് ഉറപ്പിക്കലാണ്. ഇനി ബഹുമാനത്തെ തകർക്കുന്ന കുറച്ചു കാര്യങ്ങൾ നോക്കാം. നമ്മുടെ പാർട്ട്ണർ നമ്മളെ വിശ്വസിച്ച് പറഞ്ഞൊരു രഹസ്യം, അത് മറ്റൊരാളോട് പറയുന്നത് ആ വിശ്വാസത്തെ ഇല്ലാതാക്കുമല്ലേ? അതുപോലെ തമാശയ്ക്കാണെന്ന് പറഞ്ഞ് അവരെ കളിയാക്കുന്നത് ചിലപ്പോൾ അവർക്കത് വലിയ മുറിവാക്കും. പിന്നെ ദേഷ്യം വരുമ്പോഴൊക്കെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് ആ ബന്ധത്തിന്റെ ഒരു നിലവാരം തന്നെ ഇല്ലാതാക്കും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷേ അത് തീർക്കാൻ ഒരു സ്ഥലമുണ്ട്, അത് പ്രൈവറ്റ് ആണ്. മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ചു വഴക്കിടുന്നത് പാർട്ട്ണറെ മാത്രമല്ല, ആ ബന്ധത്തെ മൊത്തത്തിലാണ് ചെറുതാക്കുന്നത്. അപ്പോ സംസാരത്തിലെ കാര്യം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ പെരുമാറ്റത്തിലെ ചില അതിരുകൾ. ബഹുമാനം ശരിക്കും പ്രവൃത്തിയിൽ കാണുന്നത് ഇവിടെയാണ്. ഒന്നാലോചിച്ചു നോക്കൂ. മറ്റൊരാളുമായി ഫ്ലേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് വെച്ച് വഴക്കിടുന്നത്, കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ പാർട്ട്ണർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഈ ബന്ധത്തേക്കാൾ എനിക്ക് വലുത് മറ്റെന്തോ ആണ് എന്നല്ലേ? ഇതാ ബന്ധത്തിന്റെ അടിത്തറ തന്നെ ഇളക്കും. വെറും പെരുമാറ്റം മാത്രമല്ല, ബഹുമാനം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണറെ ഒരു വ്യക്തിയായി കാണുന്നതിലാണ്. അവർക്ക് അവരുടേതായ ചിന്തകളും അഭിപ്രായങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ വിലമതിക്കുന്നതിലാണ്. ഇവിടെയാണ് ആ ഒരു ചിന്താഗതിയില് മാറ്റം വരേണ്ടത്. നമ്മുടെ പാർട്ട്ണർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ കടമയാണെന്ന് കാണുന്നതിനു പകരം അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തെയും ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ആ ഒരു നന്ദി, ആ ഒരു വാക്ക് പറയുമ്പോഴാണ് അവർക്ക് ശരിക്കും ബഹുമാനം ഫീൽ ചെയ്യുന്നത്. അതായത്, സിമ്പിളായി പറഞ്ഞാൽ, ജീവിതത്തിലെ ഒരു പ്രധാന തീരുമാനവും ഒറ്റയ്ക്ക് എടുക്കരുത്. നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജീവിതത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് എത്രത്തോളം വിലയുണ്ടോ അത്രയും തന്നെ വില അവരുടെ അഭിപ്രായത്തിനുമുണ്ട്. അവസാനമായി, വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന, എന്നാൽ ഒരു ബന്ധത്തെ ഒരുപാട് ദോഷകരമായി ബാധിക്കുന്ന ഒരു ശീലത്തെക്കുറിച്ച് നോക്കാം. അതാണ് താരതമ്യം. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു സത്യമുണ്ടല്ലേ? ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്, പല സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരാളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. നമ്മുടെ പാർട്ട്ണർ യുണീക്കാണ്, അവരെ അവരായിട്ട് തന്നെ അംഗീകരിക്കുക. അപ്പോ ഈ താരതമ്യം ഒഴിവാക്കാൻ 2 സിമ്പിൾ റൂൾസ് ഉണ്ട്. ഒന്ന്, ഡയറക്റ്റ് ആയിട്ട് മറ്റൊരാളുമായി കമ്പയർ ചെയ്യാതിരിക്കുക. പിന്നെ അതിലും പ്രധാനമായിട്ട്, അവരുടെ മുന്നിൽ വെച്ച് മറ്റൊരാളെ ഒരുപാട് പുകഴ്ത്താതിരിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾ പറയാതെ തന്നെ അതൊരു താരതമ്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്യാം. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ബഹുമാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദിവസം ചെയ്യുന്ന ഒരു വലിയ കാര്യമല്ല. മറിച്ച് ഓരോ ദിവസവും നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ചെറിയ ചെറിയ സ്ഥിരമായ കാര്യങ്ങളിലൂടെയാണ് അത് പതുക്കെ പതുക്കെ കെട്ടിപ്പടുക്കുന്നത്.
അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ നിർത്താം. നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ എത്രത്തോളം ബഹുമാനിക്കുന്നു, വിലമതിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഇന്ന് നിങ്ങൾ എന്തൊരു ചെറിയ കാര്യം ചെയ്യും?